നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇത്തിരി നാളെ ആയുള്ളൂ മനസമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അതിനോട്? കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ഈ കുട്ടേട്ടന് ഇടയ്ക്ക് ഇങ്ങനെയാ, ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ നമുക്ക് നോക്കാം. I feel something fishy. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാറി. കയ്യടി മുഴുവൻ തീർക്കണ്ട, ഇനി ഞാൻ കലക്കും. അയാൾ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒന്നും വേണ്ട, ഇത്ര കിട്ടിയാൽ മതി. ഇതായിരുന്നു കാത്തിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആയിക്കോട്ടെ. സംഭവം നല്ല ഉഷാറായിട്ട്. ഇനിയാണ് എന്റെ ഷോ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശും. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. I will take you to the miraculous universe of the most wanted person you are searching for. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റണിടും. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കുകയാണല്ലേ. സ്ക്രാച്ച് ആൻഡ് വിൻ നടക്കില്ല. ഇത് ഞാൻ കലക്കും. അതെ. അഡ്വക്കേറ്റ് മുകുന്ദനും. അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധി. വീണ്ടും സന്ധിക്കവറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളകണ്ടിട്ടാ. എന്റെ മോനെ, ഏതാ സാധനം? എന്നെ കൂടെ കൂട്ടായിരുന്നു. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. കുഴപ്പമായി